ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രം. ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രം മണപ്പുറം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ക്ഷേത്രത്തില് മരിച്ചുപോയ പിതൃക്കൾക്ക് പിതൃതർപ്പണം നടത്തി ബലിയർപ്പിച്ച് പോന്നാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും തലമുറകൾക്ക് മോക്ഷപ്രാപ്തിയും കിട്ടുമെന്നാണ് വിശ്വാസം. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവ പട്ടണത്തിനടുത്താണ് പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രം. ആലുവ ശിവരാത്രിയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, കുംഭമാസത്തിൽ ആലുവ ശിവരാത്രിയിലൂടെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രം മൂന്നിടം തൊഴുന്ന പതിവിലൂടെ ഭക്തർക്ക് പ്രിയമായ ഒരു അപൂർവ ക്ഷേത്രമാണ് ഈ മഹാശിവരാത്രി, ആലുവ മഹാശിവരാത്രി ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. തെക്കൻ കാശി എന്ന പുകൾപെറ്റ ഈ ക്ഷേത്രം, തെക്കൻ കാശി എന്നാണ് ആലുവ മണപ്പുറത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, ഈ ശിവക്ഷേത്രത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ശബരിമല ഇടത്താവളവും കൂടിയാണ്. ഒരു പ്രധാന പ്രത്യേകതയുള്ളത് ശബരിമല ഇടത്താവളവും കൂടിയാണ്. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് എഴുതി വെച്ചിട്ടുണ്ട് ശബരിമല ഇടത്താവളം എന്ന്. ക്ഷേത്രത്തിൽ സ്വയം ഭൂലിംഗമായ ശിവൻ, കിഴക്കോട്ട ദർശനം, വില്യമംഗലം സ്വാമിയാർ ഇവിടെ ശയന പ്രദക്ഷിണം നടത്തി പുഴയിൽ കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ ഉണക്കാനിട്ടതുപോലെ മണൽപ്പുറത്ത് കിടക്കുന്ന ജട കണ്ടു. അത് തട്ടിമാറ്റിയപ്പോൾ ശിവചൈതന്യം ബോധ്യമാവുകയും അങ്ങനെ ക്ഷേത്രമുണ്ടായി എന്ന് ഐതിഹ്യവും പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ, അതായത് ആലുവ പുഴ നിറഞ്ഞ് പ്രളയമുണ്ടായ സമയത്ത് ക്ഷേത്രം ഒലിച്ചുപോയി എന്നും പറയുന്നു. അതിനുശേഷം ക്ഷേത്രം നിർമ്മിച്ചിട്ടില്ല, താൽക്കാലികമായി നിർമ്മിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആലുവ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്, ആലുവ ക്ഷേത്രം എല്ലാ അമ്പലങ്ങളും പോലെ സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ല, മറിച്ച് നിർമ്മിച്ചിട്ടില്ല, മറിച്ച് താൽക്കാലികമായി മാത്രമാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. നിത്യവും 2 പൂജയും 1 നേദ്യവുമാണ് ഇവിടത്തെ വിശേഷാൽ. ഇത് ഈ ആലുവ മുണപ്പുറത്ത് നമ്മള് പിതൃക്കൾക്ക് ബലിയർപ്പിച്ച് ഭഗവാനെ തൊഴുത് ബലിയർപ്പിച്ച് പോരുന്നത് കൊണ്ട് പിതൃക്കൾക്ക് മോക്ഷവും സന്തതികൾക്ക് അനുഗ്രഹാശിസ്സുകളും ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. കർക്കിടക മാസത്തിലും ശിവരാത്രി മാസത്തിലും തുലാമാസത്തിലുമുള്ള വാവുകൾ ഇവിടെ വളരെയേറെ തിരക്കും ബലിയർപ്പിക്കുന്നതിന് വളരെയേറെ ജനപ്രവാഹം തന്നെ ഇവിടെ അനുഭവപ്പെടാറുണ്ട്.